നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഗ്രേഡിയൻ്റ് ഓഫ് എ ഫംഗ്ഷൻ ആണ്. എങ്ങനെയാണ് ഡെൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മളൊരു സ്കേലാർ ക്വാണ്ടിറ്റി ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതും, പിന്നെ ഒരു ഡെൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ഒരു വെക്റ്റർ ഫംഗ്ഷനുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ കാണുന്നു, ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെ കാണുന്നു, ഒരു വെക്റ്റർ ഫംഗ്ഷനുമായിട്ട് ഡെൽ ഓപ്പറേറ്ററിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെ കാണുന്നു. അതിൽ ഡോട്ട് പ്രോഡക്റ്റ് കാണുന്നതിന് ഡൈവർജൻസ് എന്നും ക്രോസ് പ്രോഡക്റ്റ് കാണുന്നതിന് നമ്മൾ കേൾ എന്നുമാണ് വിളിച്ചത്. ഇനി ഈ ഡൈവർജൻസും കേളും ഗ്രേഡിയൻറ്റും ഒക്കെ തന്നെ നമ്മൾ പ്രോഡക്റ്റ് റൂൾസിൽ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് അതിനു മുമ്പ് നമ്മൾ ഡിഫറൻസിയേഷൻ, നമ്മൾ സാധാരണഗതിയിൽ ഡിഫറൻസിയേഷൻ കാണുമ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ക്വാണ്ടിറ്റി എഫ് പ്ലസ് ജി ആണ് നമ്മുടെ ഫംഗ്ഷനെങ്കിൽ നമ്മൾ ഡി ബൈ ഡി എക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കാണുക? അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് പ്ലസ് ഡി ബൈ ജി ആണ് നമ്മൾ സാധാരണ കാണുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കാണാനായിട്ട് നമ്മൾ എങ്ങനെയാണ് കാണുക? എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് ഡി എക്സ് സ്ക്വയർ ബൈ ഡി എക്സ്. ഈ രീതിയിലാണ് നമ്മൾ ഒരു രണ്ട് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണുന്നത്. മറ്റൊരു റൂളാണ് നമ്മൾ എ ക്വാണ്ടിറ്റി സ്കേലാർ ക്വാണ്ടിറ്റി കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ 2x² ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഇവിടെ സ്കേലാർ ആണ്. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് കാണാനായിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് 2x² കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ സ്കേലാർ ക്വാണ്ടിറ്റി പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഡിഫറൻസിയേഷൻ കാണുക. ഓക്കെ, ഇതുപോലെ നമ്മൾ മറ്റൊരു പ്രോഡക്റ്റ് റൂളാണ്, രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ എഫ് ജി എന്ന ഫോമിലാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് XY² എന്ന് പറയുന്നതാണ് നമുക്ക് ഡെറിവേറ്റീവ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്നുള്ള രീതിയിലാണ് കാണുക. ഇതേപോലെ കോഷൻ റൂള് നമ്മൾ എഫ് ബൈ ജി ആണ് ചെയ്യുന്നതെങ്കിൽ എഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡി എഫ് ബൈ ഡി എക്സ് മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഫംഗ്ഷൻ ദ ഹോൾ സ്ക്വയർ. ഇതേപോലെ നമുക്ക് കോഷൻ റൂളും ഉണ്ട്. അപ്പം നമ്മൾ ഈ പ്രോഡക്ട്സ് റൂൾസ്, സാധാരണ ഓർഡിനറി ഡെറിവേറ്റീവ്സിന് കാണുന്ന പ്രോഡക്ട്സ് റൂൾസൊക്കെ തന്നെ നമുക്ക് ഈ ഡെൽ ഓപ്പറേറ്ററിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. അതായത് നമ്മൾ ഗ്രേഡിയൻറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഫങ്ഷൻസ്, സപ്പോസ് പ്ലസ് ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിനെ നമ്മൾ ഡെൽ ഓപ്പറേറ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് കിട്ടുക? അതായത് ഡെൽ എഫ് പ്ലസ് ഡെൽ ജി എന്ന രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. അതേപോലെ നമുക്ക് ഗ്രേഡിയൻറ്റ് കാണാനായിട്ട് ഈ ഡെൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഡോട്ട് പ്രോഡക്റ്റ് കാണാനായിട്ടും നമുക്ക് പ്ലസ് ജി എന്ന് എഴുതത്തില്ല. എഫും ജിയും ഇവിടെ ഞാൻ സ്കേലാർ ക്വാണ്ടിറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി ഒരു വെക്റ്റർ ഓപ്പറേറ്റർ ആണ്. സോ നമുക്ക് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് വെക്ടർ എ പ്ലസ് ഗ്രേഡിയന്റ് ഓഫ് വെക്ടർ ബി എന്ന് എഴുതാവുന്നതാണ്. ഇൻ സിമിലർ വേ കേൾ ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് കേൾ ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി കേൾ ഓഫ് എ പ്ലസ് കേൾ ഓഫ് ബി എന്ന് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു സ്കേലാർ ക്വാണ്ടിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക്, അതായത് നമ്മുടെ ഫംഗ്ഷൻ കെ ഇൻറ്റു എഫ് എന്നാണ് എങ്കിൽ കെ ഇൻറ്റു കെ എന്ന് പറയുന്ന ഒരു സ്കേലാർ ക്വാണ്ടിറ്റി, എഫ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഗ്രേഡിയൻറ്റ് കാണാനായിട്ട് നമുക്ക് കെ പുറത്തെടുത്തിട്ട് ഡെൽ എഫ് എന്ന് ചെയ്യാവുന്നതാണ്. ഡൈവർജൻസ് ആണ് കാണുന്നതെങ്കിൽ, അതായത് ഡെൽ ഡോട്ട് കെ എ എന്നാണ് കാണുന്നതെങ്കിൽ കൂടിയും നമുക്ക് കെ എന്ന കോൺസ്റ്റന്റിനെ പുറത്തെടുത്തിട്ട് ഡൈവർജൻസ് ഓഫ് എ എന്ന് കാണാവുന്നതാണ്. അതേപോലെ കേൾ ആണ് കാണുന്നതെങ്കിൽ കോൺസ്റ്റന്റ് കെ എ പുറത്തെടുത്തിട്ട് കേൾ എ എന്ന് എഴുതാവുന്നതാണ്. പ്രോഡക്റ്റ് റൂള് നമുക്ക് സ്കേലാർ ക്വാണ്ടിറ്റിയിലും അഡീഷൻ്റെ സമയത്ത് നമുക്ക് ഓർഡിനറി ഡെറിവേറ്റീവിൻ്റെ പോലെ തന്നെ ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്നുള്ള രീതിയിൽ ഇവിടെ എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം എഫും ജിയും രണ്ട് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഗ്രേഡിയൻ്റ് ഓഫ് എഫ് ജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെൽ ജി പ്ലസ് ജി ഇൻറ്റു ഡെൽ എഫ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് പ്രോഡക്റ്റ് റൂള് സാധാരണ പോലെ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, എഫ് എന്ന് പറയുന്നത് സ്കേലാർ ഫംഗ്ഷനും എ എന്ന് പറയുന്നത് വെക്റ്റർ ഫംഗ്ഷൻ ആണെങ്കിൽ ഡെൽ ഡോട്ട് എഫ് എ കാണാനായിട്ട് നമുക്ക് എഫ് ഇൻറ്റു ഡെൽ ഡോട്ട് എ
പ്ലസ് എ ഡോട്ട് ഡെൽ എഫ്. ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് എഫ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, എ എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സോ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എഫ് ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് എഫ് ഇൻറ്റു എ വൈ ജെ പ്ലസ് എഫ് ഇൻറ്റു എ സെഡ് കെ എന്ന് കൊടുക്കാം. ഡൈവേർജൻസ് കാണുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈവേർജൻസ് അല്ലെങ്കിൽ ഡെൽ ഓപ്പറേറ്ററുമായിട്ട് ഡോട്ട് ചെയ്യുക. ഡെൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ആണ്. ഇതാണ് നമുക്ക് ഡെൽ ഓപ്പറേറ്റർ. അപ്പോൾ ഡെൽ ഓപ്പറേറ്റർ ഡോട്ട്, അപ്പോൾ ഈ ഒരു ഡോട്ട് പ്രോഡക്റ്റ് ആണ് കാണേണ്ടത്. ഈ ഒരു ഡോട്ട് പ്രോഡക്റ്റ് കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഐ ഡോട്ട് ഐ ആണ് 1. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് എ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് എ വൈ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് എഫ് എ സെഡ്. ഈ രീതിയിൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ എഴുതാവുന്നതാണ്, ഈ ഒരു പ്രോഡക്റ്റ് ടേമിന്. അപ്പോൾ എഫ് ഇൻറ്റു എ എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി മറ്റു രീതിയിൽ കണ്ടു, പ്രോഡക്റ്റ് റൂള്. ഇത് രണ്ടും ഇപ്പോൾ സ്കേലാർ ആണ്. എഫ് ഇൻറ്റു എ എക്സ് ആണ്, എഫ് ഇൻറ്റു വെക്ടർ എ അല്ല. എഫ് ഇൻറ്റു എ എക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫസ്റ്റ് പ്രോഡക്റ്റ് റൂള് നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്നുള്ള രീതിയിൽ എഫ് ഇൻറ്റു ഡോ എ എക്സ് ബൈ ഡോ എക്സ് പ്ലസ് അതേപോലെ ബാക്കി എല്ലാ ടേമുകളും വരും ഇതേപോലെ എക്സ്പാൻഡ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കിട്ടിയ ടേമുകളൊക്കെ തന്നെ നമുക്ക് കമ്പൈൻ ചെയ്യാനുള്ള, അതായത് കോമൺ ടേമുകൾ ഉണ്ടോ നോക്കാം. ഇപ്പോൾ ഇവിടെ എഫ് ഇൻറ്റു ഡോ എ എക്സ് ബൈ ഡോ എക്സ്, എഫ് ഇൻറ്റു ഡോ എ ബൈ, ഈ ടേമുകളെ നമുക്ക് ഒരുമിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ടേം എടുത്തു ഫസ്റ്റ് ടേം, ഇതിലെ ഫസ്റ്റ് ടേം എടുത്തു, ഇതിലെ ഫസ്റ്റ് ടേം എടുത്തു. അതായത് എഫിനെ കോമൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഡോ എ എക്സ് ബൈ ഡോ എക്സ് അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടൈം എഫ് ഇൻറ്റു ഡോ എ എക്സ്, ഇത് നമുക്ക് എന്താണ്? ഈ ഒരു ടേം എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് എ ആണ്, ഡെൽ ഡോട്ട് വെക്ടർ എ ആണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ്. സോ നമുക്ക് എഫ് ഇൻറ്റു ഡെൽ ഡോട്ട് എ എന്ന് ഫസ്റ്റ് 3 ടേമുകൾക്ക് കൊടുക്കാം. സെക്കൻഡ് ടൈമിനെ നമുക്ക് എ എക്സ് എ വൈ ഉണ്ട്. സോ പ്ലസ് എ വെക്ടർ എ ഡോട്ട് ഡെൽ എഫ് എന്ന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പാൻഷൻ കിട്ടി. നമ്മൾ ചെയ്തു വന്നത് ഡൈവേർജൻസ് ഓഫ് എ സ്കേലാർ ഫംഗ്ഷൻ ഇൻറ്റു എ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷനായിട്ട് നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, അതായത് സ്കേലാർ ക്വാണ്ടിറ്റി ഇൻറ്റു ഡൈവേർജൻസ് ഓഫ് വെക്ടർ പ്ലസ് വെക്ടർ ക്വാണ്ടിറ്റി ഡോട്ട് ഗ്രേഡിയൻറ്റ് എഫ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 2 റൂൾസേ ആയിട്ടുള്ളൂ. പ്രോഡക്റ്റ് റൂളിന്റെ 2 ടേമുകളെ ആയിട്ടുള്ളൂ. 2 സ്കേലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ എങ്ങനെ, ഒരു സ്കേലാറും ഒരു വെക്ടറും ആണെങ്കിൽ എങ്ങനെയാണ് വരിക? അപ്പം നമുക്ക് ഈ പ്രോഡക്റ്റ് റൂൾസ് ഒക്കെ തന്നെ പല രീതിയിലുണ്ട്. ഫസ്റ്റ് നമ്മൾ എഫ് ജി കണ്ടു, 2 സ്കേലാർ ക്വാണ്ടിറ്റികളുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ എങ്ങനെയാണ് ഗ്രേഡിയന്റ് കാണുക. പിന്നെ ഗ്രേഡിയന്റ് ഓഫ് എ ഡോട്ട് ബി, അതായത് ഇവിടെ നമുക്ക് സ്കേലാർ ക്വാണ്ടിറ്റികളുടെ പ്രോഡക്റ്റ് ആണ്, ഇവിടെ 2 വെക്ടർ ക്വാണ്ടിറ്റികളുടെ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഗ്രേഡിയന്റ് കാണുമ്പോൾ ഒരു വെക്ടർ ഫംഗ്ഷനെ നമുക്ക് ഗ്രേഡിയന്റ് കാണാനായിട്ട് പറ്റില്ല, സ്കേലാർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ 2 വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഗ്രേഡിയന്റ് കാണാം, എ ഡോട്ട് ബി എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഒരു എക്സ്പാൻഷൻ തന്നിട്ടുണ്ട്, ഒരു ഐഡന്റിറ്റിയാണ് എ ക്രോസ് ഡെൽ ക്രോസ് ബി പ്ലസ് ബി ക്രോസ് ഡെൽ ക്രോസ് എ പ്ലസ് എ ഡോട്ട് ഡെൽ ഇൻറ്റു ബി പ്ലസ് ബി ഡോട്ട് ഡെൽ ഇൻറ്റു എ, വേർ എ ബിയും വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആണെന്നുള്ള രീതിയിൽ, അതായത് എക്സ്പാൻഡ് ചെയ്യാം, ബി ഡോട്ട് ഡെല്ലും എ ഡോട്ട് ഡെല്ലും ഒക്കെ എക്സ്പാൻഡ് ചെയ്ത ശേഷം നമുക്കിത് പ്രൂവ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഡൈവേർജൻസ് കാണാനായിട്ട് ഡെൽ ഡോട്ട് എഫ് എന്ന് പറയുന്ന ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയും എ എന്ന് പറയുന്ന ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഡെൽ ഡോട്ട് എഫ് എന്ന് പറയുമ്പോൾ എഫ് ഇൻറ്റു ഡെൽ ഡോട്ട് എ പ്ലസ് എ ഡോട്ട് ഡെൽ എഫ് ആണ്, ഡെൽ ഡോട്ട് എഫ് അല്ല. എഫ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. സോ ഡെൽ ഡോട്ട് എഫ് എന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റില്ല, അത് തെറ്റാണ്. എഫ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, സ്കേലാർ ക്വാണ്ടിറ്റി ആയിട്ട് ഡോട്ട് പ്രോഡക്റ്റ് കാണാൻ പറ്റില്ല. ഇനി ഡെൽ ഡോട്ട് എ ക്രോസ് ബി ആണെന്നുണ്ടെങ്കിൽ, അതായത് ഡൈവേർജൻസ് ഓഫ് എ ക്രോസ് ബി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ കാണാം? അപ്പം നമുക്കിവിടെ എ ക്രോസ് ബി എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഉപയോഗിച്ചിട്ട് കണ്ട നമുക്കൊരു റിലേഷൻ ഉണ്ട്. അതായത് നമുക്ക് ഐ ജെ കെ ആണെങ്കിൽ ഇവിടെ എ എക്സ് എ വൈ എ സെഡ്, ബി എക്സ് ബി വൈ ബി സെഡ്,
അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോമായിട്ട് ഐ ഇൻറ്റു എ വൈ ബി സെഡ് മൈനസ്, ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ഡിറ്റർമിനൻറ്റിനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടേമുമായിട്ട് എന്ത് ചെയ്യണം? ഡെൽ ഡോട്ട് എ ക്രോസ് ബി ആണ് കാണേണ്ടത്. ഡെൽ ഡോട്ട് എ ക്രോസ് ബി ആണ് കാണേണ്ടത്. ഡെൽ എന്ന് പറയുന്നത് ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് ഈ രീതിയിലാണ് വരിക. അപ്പോൾ നമുക്ക് ഈ ടേം സെക്കൻഡ് എ ക്രോസ് ബി എന്ന് പറയുന്നതിലും ഒരു ഐ ഇൻറ്റു എന്നുള്ളതുകൊണ്ട് ഫസ്റ്റ് ടേം മാത്രം എടുക്കുകയാണെങ്കിൽ ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സിലെ ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്താണ് ഈ ഒരു ടേം ആണ് വരിക. എ ക്രോസ് ബിയിലെ എ വൈ ബി സെഡ് മൈനസ് എ സെഡ് ബി വൈ. അപ്പോൾ ഇതേപോലെ നമുക്ക് ജെയുടെ ടേമുകൾ ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ഈ രീതിയിൽ നമുക്ക് ടേമുകളൊക്കെ തന്നെ എക്സ്പാൻഡ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഈ എക്സ്പാൻഡ് ചെയ്ത ടേമുകളൊക്കെ നമുക്ക് ലാസ്റ്റ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽ ഡോട്ട് എ ക്രോസ് ബി എന്ന് പറയുന്നത് ബി ഡോട്ട് ഡെൽ ക്രോസ് എ മൈനസ് എ ഡോട്ട് ഡെൽ ക്രോസ് ബി എന്ന് കിട്ടും. വേർ എ ആൻഡ് ബി ആർ വെക്ടർ ക്വാണ്ടിറ്റീസ്. ഇനി നമ്മൾ ഇതിന്റെ കേൾ എടുക്കുകയാണെങ്കിൽ ഡെൽ ഓപ്പറേറ്റർ ക്രോസ് സ്കേലാർ ഫംഗ്ഷൻ, ഇതൊരു വെക്ടർ ഫംഗ്ഷൻ. അപ്പോൾ സ്കേലാർ ഫംഗ്ഷൻ ഇൻറ്റു കേൾ ഓഫ് എ മൈനസ് വെക്ടർ ഫംഗ്ഷൻ ക്രോസ് ഡെൽ എഫ്. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ എ ഡോട്ട് ഡെൽ എഫ് എന്ന് എഴുതി. ഡോട്ട് പ്രൊഡക്റ്റ് നമുക്ക് ഒരേപോലെ എ ഡോട്ട് ഡെൽ എഫ് എന്ന് എഴുതിയാലും ഡെൽ എഫ് ഡോട്ട് എ എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ്. പക്ഷേ എ ക്രോസ് ഡെൽ എഫും ഡെൽ എഫ് ക്രോസ് എയും നോട്ട് ഈക്വൽ ആണ്. അത് നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. ഡോട്ട് പ്രോഡക്റ്റ് സ്കേലർ ആയതുകൊണ്ട് നമുക്ക് അത് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി കേൾ ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് ബി ഡോട്ട് ഡെൽ ഇൻറ്റു എ മൈനസ് എ ഡോട്ട് ഡെൽ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു ഡെൽ ഡോട്ട് ബി മൈനസ് ബി ഇൻറ്റു ഡെൽ ഡോട്ട് എ. ഇതും നമുക്ക് ആർ എച്ച് എസ് എൽ എച്ച് എസ് ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഐഡൻറ്റിറ്റീസ് നമുക്ക് പ്രോഡക്റ്റ് റൂളായിട്ട് 6 ഐഡൻറ്റിറ്റി ആണുള്ളത്. 2 എണ്ണം ഗ്രേഡിയൻറ്റിനും 2 എണ്ണം ഡൈവേർജൻസിനും 2 എണ്ണം കേളിനും. അപ്പോൾ ഈ 6 ഐഡൻറ്റിറ്റിയും കാണാതെ പഠിക്കേണ്ടതാണ്. പ്രൂവ് ചെയ്യാനും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമുക്ക് എളുപ്പമുള്ള പ്രൂഫുകളുണ്ട്, അത് ഞാൻ ഇത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനി സിമിലർ വേ കോഷ്യൻ റൂളും ഉണ്ട്. നമ്മൾ ഓർഡിനറി ഡെറിവേറ്റീവ് എടുത്ത സമയത്ത് നമ്മൾ എന്താണ് ചെയ്തത്? ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ബൈ ജി എന്നാണെങ്കിൽ നമുക്ക് ജി ഇൻറ്റു ഡി എഫ് ബൈ ഡി എക്സ് മൈനസ് എഫ് ഇൻറ്റു ഡി ജി ബൈ ഡി എക്സ് ബൈ ജി സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതുന്ന പോലെ തന്നെ നമുക്ക് ഗ്രേഡിയന്റ് ആണ് കാണേണ്ടതെങ്കിൽ ഡെൽ ഓപ്പറേറ്റർ ഡയറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതേ സെയിം ഓർഡിനറി ഡെറിവേറ്റീവ്സ് പോലെ തന്നെ ജി ഇൻറ്റു ഡെൽ എഫ് മൈനസ് എഫ് ഇൻറ്റു ഡെൽ ജി ബൈ ജി സ്ക്വയർ എന്ന് കൊടുക്കാം. നമ്മൾ ഡൈവേർജൻസ് ആണ് കാണുന്നതെങ്കിലാണ് ചെറിയ വ്യത്യാസമുള്ളത്. ജി എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഡെൽ ഡോട്ട് എ ബൈ ജി എന്ന് പറയുന്നത് നമുക്ക് ജി ഇൻറ്റു ഡെൽ ഡോട്ട് എ മൈനസ് എ ഡോട്ട് ഡെൽ ജി ബൈ ജി സ്ക്വയർ എന്ന രീതിയിലും ഡെൽ ക്രോസ് എ ബൈ ജി ആണോ എന്നുണ്ടെങ്കിൽ ജി ഇൻറ്റു ഡെൽ ക്രോസ് എ പ്ലസ് എ ക്രോസ് ഡെൽ ജി ബൈ ജി സ്ക്വയർ എന്നുള്ള രീതിയിലും എഴുതാവുന്നതാണ്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റീസ് കാണാതെ പഠിക്കുക. പ്രോഡക്റ്റ് റൂളിൻ്റെയും കോഷ്യൻ റൂളിൻ്റെയും ഐഡൻറ്റിറ്റീസ് നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി ഇതിൻ്റെ എക്സ്പാൻഷൻ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. കോഷ്യൻ റൂൾ എങ്ങനെയാണ് വരിക എന്നുള്ളതിൻ്റെ പ്രൂഫ് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങളിത് ചെയ്ത് നോക്കുക. നമുക്ക് ചെയ്ത് നോക്കാൻ എളുപ്പമാണ്, ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇതൊരു പ്രോബ്ലം, ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പ്രോഡക്റ്റ് റൂൾ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് എയും ബിയും തന്നിട്ടുണ്ട് എങ്കിൽ പ്രോഡക്റ്റ് റൂൾ എങ്ങനെ ചെക്ക് ചെയ്യാം? ഫോർത്ത് പ്രോഡക്റ്റ് റൂളാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഫോർത്ത് പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത് ഡൈവർജൻസ് ഓഫ് എ ക്രോസ് ബി വിച്ച് ഈസ് ഈക്വൽ ടു ബി ഡോട്ട് ഡെൽ ക്രോസ് എ മൈനസ് എ ഡോട്ട് ഡെൽ ക്രോസ് ബി ആണ്. അപ്പോൾ ഇവിടെ ഡൈവേർജൻസ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എയും ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എ ക്രോസ് ബി നമുക്ക് കാണാം. ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് ഐ ജെ കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കാണാം. ഒന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റും റൈറ്റും നമ്മൾ ചെക്ക് ചെയ്യണം. എ ക്രോസ് ബി കണ്ടിട്ട് ആ കിട്ടുന്ന വാല്യൂ അതിനെ ഡെൽ ഡോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇത് എൽ എച്ച് എസ് ആയിട്ട് കൊടുക്കുക. എൽ എച്ച് എസ് ആയിട്ട് കൊടുത്തിട്ട് ആർ എച്ച് എസിൽ നമുക്ക് ഇതിൻ്റെ എക്സ്പാൻഷൻ ഡൈവേർജൻസ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് ബി ഡോട്ട് ഡെൽ ക്രോസ് എ മൈനസ് എ ഡോട്ട് ഡെൽ ക്രോസ് ബി ആണ്. അപ്പോൾ ബി ഡോട്ട് ഡെൽ ക്രോസ് എയും ചെയ്തിട്ട് എ ഡോട്ട് ഡെൽ ക്രോസ് ബിയും ചെയ്തിട്ട് ആർ എച്ച് എസും എൽ എച്ച് എസും ഈക്വൽ ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാം. അതായത് നമ്മൾ ഇവിടെ എൽ എച്ച് എസ് 15Z എന്നും ആർ എച്ച് എസ് 15Z എന്നുമാണ് കിട്ടിയത്. അതുകൊണ്ട് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, റൂള് വാലിഡ് ആണ്. താങ്ക് യു.